ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹെവി സെല്ലിംഗ് മൂലം വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ഇടിയുകയും ഇൻഡെക്സ് 0.30% ഇടിഞ്ഞ് 24,426 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. അതേസമയം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത്. അതിന് പിന്നിൽ ഏറ്റവും പ്രധാന കാരണം ഇന്ത്യ പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ച രീതിയിലുള്ള GDP ഗ്രോത്ത് വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ്. കൂടാതെ 25% റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിന് മുകളിലുള്ള ഇമ്പാക്റ്റും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഡേറ്റകൾ കൂടാതെ ഓട്ടോമൊബൈൽ സെക്ടറിലെ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ഓട്ടോമൊബൈൽ കമ്പനികളുടെ ഓഗസ്റ്റ് മാസത്തെ സെയിൽസ് റിപ്പോർട്ട് ഇന്ന് പുറത്തുവരും. ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ 50% താരിഫ് പ്രാബല്യത്തിൽ വന്നതിൻ്റെ ഇമ്പാക്റ്റ് ചില സെക്ടറിലെ സ്റ്റോക്കുകളിലും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രകടമാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളെക്കാളും ഉയർന്ന താരിഫ് ഇന്ത്യക്ക് മുകളിൽ ഏർപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ. സെപ്റ്റംബർ 3 മുതൽ GST കൗൺസിൽ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ഫുട്വെയർ ഉൾപ്പെടെയുള്ള സെക്ടറുകളിലെ GSTയിൽ പ്രകടമായ മാറ്റമാണ് ഇപ്രാവശ്യത്തെ GST കൗൺസിൽ മീറ്റിംഗിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. GST കൗൺസിൽ മീറ്റിങ്ങിനെക്കുറിച്ചുള്ള പോസിറ്റീവ് ഹോപ്പും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് തന്നെയാണ് മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം. വെള്ളിയാഴ്ചയും 8,000 കോടി രൂപയുടെ സെല്ലിംഗ് FIS നടത്തിയപ്പോൾ 10,000 കോടി രൂപയുടെ ബൈയിങ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തി. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് മാംഗ്ലൂർ കെമിക്കൽ സുരി അഗ്രോ കെമിക്കൽ എന്ന കമ്പനിയുമായി ചേർന്ന് ബിസിനസ് ട്രാൻസ്ഫർ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ റോൾ റിങ്സ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. കമ്പനി സെപ്റ്റംബർ 3 സ്റ്റോക്ക് സ്പ്ലിറ്റ് ബോണസ് ഇഷ്യൂമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. HG ഇൻഫ്ര എന്ന കമ്പനി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി 400 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫയർ ഇൻസിഡൻസിനെ തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിച്ച ഫീം ഇൻഡസ്ട്രീസിൻ്റെ അൽവാറിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ പ്രവർത്തനം പുനരാരംഭിച്ചത് ഫീം ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച പോസിറ്റീവ് അപ്ഡേറ്റാണ്. റൈറ്റ്സ് എന്ന കമ്പനിക്ക് NTPCയിൽ നിന്നും 25 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. BLS ഇൻ്റർനാഷണലിൻ്റെ സബ്സിഡറി കമ്പനിയായ FSD BLS കൺസുലർ സർവീസിൻ്റെ 100% സ്റ്റേക്ക് അക്വിസിഷൻ നടത്തിയിട്ടുണ്ട്. NHPC എന്ന കമ്പനി 10,000 കോടി രൂപ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സൈഡസ് വെൽനസ് UK ബേസ്ഡ് കമ്പനിയായ ക്ലിക്ക് കംഫോർട്ട് എന്ന കമ്പനിയെ 239 മില്യൺ യൂറോയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. അദാനി പവറിന് മധ്യപ്രദേശ് ഗവൺമെൻറ്റിൽ നിന്നും 800 മെഗാവാട്ട് ശേഷിയുള്ള തെർമൽ പവർ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അദാനി പവർ എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് PG ഇലക്ട്രോപ്ലാസ്റ്റ് ആണ്. PG ഇലക്ട്രോപ്ലാസ്റ്റ് മഹാരാഷ്ട്ര ഗവൺമെൻറ്റുമായി സഹകരിച്ച് മഹാരാഷ്ട്രയിൽ ഒരു ഗ്രീൻഫീൽഡ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി മഹാരാഷ്ട്ര ഗവൺമെൻറ് 1,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേക്കും. നിതിൻ സ്പിന്നേഴ്സ് എന്ന കമ്പനി CGE ഹൈബ്രിഡ് എനർജി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 7% സ്റ്റേക്ക് അക്വയർ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നിതിൻ സ്പിന്നർ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. ടോറൻ്റ് പവർ എന്ന കമ്പനിക്കും മധ്യപ്രദേശ് ഗവൺമെൻറ്റിൽ നിന്നും 1,600 മെഗാവാട്ട് ശേഷിയുള്ള കോൾ ബേസ്ഡ് പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടോറൻ്റ് പവർ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. NCC എന്ന കമ്പനിക്ക് വാട്ടർ ഡിവിഷനിൽ നിന്നും 788 കോടി രൂപയുടെ 2 ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ NCCയും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. നിയോജൻ കെമിക്കൽ എന്ന കമ്പനി ലിഥിയം അയോൺ ബാറ്ററി ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മോരിറ്റ കെമിക്കൽസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുമായി ചേർന്ന് ജോയിൻറ്റ് വെഞ്ചറിൽ ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദാരൻ ഇൻഫ്ര EPS എന്ന കമ്പനിക്ക് സ്കൈമാക്സ് ഇൻഫ്ര പവറിൽ നിന്നും 1,171 കോടി രൂപയുടെ വർക്ക് ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ദാരൻ ഇൻഫ്ര EPC എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.